അസ്സലാമു അലൈക്കും. എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, കമൻ്റ് ഇടുക, ഷെയർ ചെയ്യുക. ഇന്നൊരു മീൻകറിയുടെ കൂട്ടിൻ്റെ വീഡിയോ ആണ്. ഉണക്കമുളക്, കൊച്ചുള്ളി, പിന്നെ ഉലുവ, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, അത് വറുത്തതാണ്. ഇത് മീൻ വറുക്കാനുള്ളതാണ്. പിന്നെ ഇത് താളിക്കാൻ മീൻ ഇതാണ് വാള. പിന്നെ അതിനകത്തിടുന്ന കൂട്ടുമാങ്ങ, മുരിങ്ങ, തക്കാളി, തേങ്ങ, ഇതെല്ലാം കൂടെ ഒന്ന് അരക്കട്ടെ. കറിക്ക് അരച്ച് തോനെ മീൻ എടുത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് 2 കഷ്ണം പൊരിക്കാനും നാളത്തേക്കും കൂടെ ഉള്ളതാണ്. കണ്ട വാളയുടെ തല എല്ലാം സെറ്റ് ചെയ്ത് ഇനി കറിക്കുള്ളത് അരപ്പ ഒഴിക്കണം. ഇതാണ് അരച്ചത്, കണ്ടല്ലോ. നമ്മൾ ഇങ്ങനെയൊക്കെയാണ് വെക്കുന്നത്. എനിക്ക് ബാക്കിയുള്ളിടത്തെ കറികളൊന്നും അറിയത്തില്ല കേട്ടോ. ചെറിയ പാത്രത്തിൽ എന്താ സെറ്റ് ചെയ്തേന്ന് ഒഴിക്കും, അത് മതി. ഉണ്ടല്ലോ, മീൻകറി സെറ്റായി. ഇനി നല്ല വൃത്തിയായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് മതി നമുക്കിത് തിളച്ച് കിട്ടാൻ. ഇത് മീൻ വറുക്കാൻ അരപ്പ് തേച്ച് വെച്ചേക്കുകയാണ്. ഉണ്ടല്ലോ, പിന്നെ ചായ ഇടുന്നു. ഞാൻ ചായ ഇതുവരെ കുടിച്ചില്ല. ചായ ഇടുന്നു. ഇത് ഇഞ്ചി ഇട്ട ചായയാണ്. നമ്മൾക്ക് നല്ലതാണ് വയറ്റിനൊക്കെ, പെണ്ണുങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പല കാര്യങ്ങൾക്ക് ഈ ഇഞ്ചി ഇട്ട് ചായ കുടിച്ച് നോക്കേ. കണ്ട പുതിയ സാധനം, ഇഞ്ചി ചതച്ചിട്ടാൽ മതി. ഞാനങ്ങനെ ചായ കുടിക്കുന്നത്. എനിക്ക് ഇഞ്ചി ഇട്ട ചായ അല്ലാതെ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് പുറത്ത് പോയാലൊന്നും ഞാൻ അങ്ങനെ ചായ കുടിക്കത്തില്ല. നമ്മുടെ വീട്ടിലിടുവാണെങ്കിൽ ഇതിപ്പം ഇത്രയും ചായ ഇച്ചിരി ഇട്ടോളൂ, 2 ഗ്ലാസ്സിനുള്ള. ഞാനിതിപ്പം രാവിലത്തേക്കും കുടിക്കും. ഉച്ച ഞാൻ ചോറ് തിന്ന് കഴിഞ്ഞാൽ ഉടനെ എനിക്ക് ചായ വേണം. അതിന് വേണ്ടിയാണ്. താളിക്കാൻ ഇട്ടതാട്ടോ. ഇത് മീൻ കറിക്കുള്ള ഞാൻ ഒത്തിരി മൂപ്പിക്കത്തില്ല കേട്ടോ. നമ്മൾ ഒത്തിരി മൂപ്പിച്ച് കഴിഞ്ഞാലേ അത് ശരിയാകത്തില്ല. ഇത് ഉണക്കമുളക്, കൊച്ചുള്ളി, കരിയാപ്പില. ഇപ്പം പറയണ്ട, എല്ലാവരും വീട്ടിലും ചെയ്യുന്നതാണ്. അല്ല, ഞാൻ പറയുവാന്നുള്ളൂ. മീൻ വറുക്കാൻ അരപ്പ് ചേർത്ത് എന്തൊക്കെയാണെന്നറിയാമോ? പെരുംജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇത് ഇത്രയേ ഉള്ളൂ അതിന് കേട്ടോ. അല്ലാതെ നമ്മൾ വേറൊന്നും അങ്ങനെ ചേർക്കത്തില്ല മീൻ കറിക്കായാലും പൊരിച്ച മീൻ പൊരിക്കാനൊക്കെ ഉള്ളതിനാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യത്തുള്ളൂ. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പറയുന്നത്? ഞങ്ങൾ പൊരിക്കുകയും വറുക്കണം എന്നൊക്കെ പറയും. ഒരു ശകലവും കൂടെ ഒന്ന് മൂത്താൽ മതി. അത് കറിക്കകത്ത് ഒഴിക്കുക, മീൻ വറുക്കണം. പിന്നെ ജോലി എന്ന് പറഞ്ഞാൽ അടുപ്പിൻ്റെ ഇടം സെറ്റ് ചെയ്യണം വൃത്തിയാക്കി. അത് കഴിഞ്ഞിട്ട് ഇവിടെ തൂത്തുവാരി തുടയ്ക്കണം. മൂത്ത് കഴിഞ്ഞ് ഞാൻ
ഇതാണ് എൻ്റെ മീൻകറി. വാളയുടെ തല പൊങ്ങിക്കിടക്കുന്നുണ്ടോ? മീൻ വറുക്കാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കരിയാപ്പില ഇടുക. രണ്ടെണ്ണേ എടുക്കുന്നുള്ളൂ. എനിക്ക് തോനെ മീൻ കഴിച്ചുകൂടാത്തതുകൊണ്ട് ഉമ്മ ഉണ്ടല്ലോ, ഉമ്മ കഴിക്കും. ഇന്നത്തെ ജോലിയെന്ന് പറഞ്ഞാൽ കുറച്ച് ജോലിയുണ്ട്. പിന്നെ എനിക്ക് ദിക്കറെടുക്കണം കേട്ടോ. ഞങ്ങളുടെ വല്യമ്മയുടെ 11 ഞായറാഴ്ചയാണ്. അന്നേരം നമ്മൾ ഓരോരുത്തർ ദിക്കറെടുത്ത് ഇത്ര ദിക്കറായെന്ന് പറയണം. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് അടിക്കണം, കമൻ്റ് ഇടണം, ഷെയർ ചെയ്യുക. നിങ്ങളെ കണക്കുള്ളവരല്ലേ ഞങ്ങളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടത്. ഞാൻ ലൈവിൽ വന്നാൽ പോലും ആരും ഒത്തിരി പേര് വരും. 250 പേര് വരും. 10 7 ലൈക്കാണ് കിട്ടുന്നത്. ഇങ്ങനെയൊക്കെ കറി വയ്ക്കുന്ന ചോദിക്കും, ഉമ്മായി മോളും മാത്രമല്ലേ ഉള്ളെന്ന്. ഞങ്ങൾ ഈ കറി വെച്ചാൽ 2 ദിവസം എടുക്കും. നാളെ ഇനി കറി വെക്കത്തില്ല, ചോറ് മാത്രം വെക്കും. ചോറ് വെച്ചിരിക്കുക. ഞങ്ങൾ റേഷനരിയാണ് വെക്കുന്നത്. ഇന്ന് ഞാനിച്ചിരി വിലയേറിയിട്ട് വെച്ചു. എന്നും റേഷനരി വെച്ച് തിന്നുമ്പോൾ നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. 8000 രൂപയാണ്. അപ്പം ഞാനും ഉമ്മായി മാത്രമേ ഉള്ളൂ. ഇത് മറിച്ചിട്ടിട്ട് മൈലാഞ്ചി പൂവിട്ട കാട്ടിലെ വൈതൂകൾ മൂളുന്ന കാട്ടിലെ കണ്ടുപോ നീയാമാരനെ ലീലാമജ്നുവിൻ നാട്ടിലെ മൈലാഞ്ചി പൂവിട്ട കാട്ടിലെ വൈതൂകൾ മൂളുന്ന കാട്ടിലെ കണ്ടുപോ നീയാമാരനെ ബദറുൽ മൂനീറിൻ്റെ ചേലിലെ ബദറോണെ തൊത്തവനാണവൻ ബദിരീങ്ങളെ പെട്ട നാട്ടിലെ ബഹറലയം നീന്തിപ്പോയവൻ ബദിരീങ്ങളെ പെട്ട നാട്ടിലെ ബഹറലയം നീന്തിപ്പോയവൻ ലൈല മജ്നുവിൻ നാട്ടിലെ മൈലാഞ്ചി പൂവിട്ട കാട്ടിലെ വൈതൂകൾ മൂളുന്ന കാട്ടിലെ കണ്ടു നീയാമാരനെ. തീ കുറച്ചിട്ടേക്ക് തിളയ്ക്കുന്നുണ്ട. ഒരു ഘട്ടമായി ഓരോരോ വിയപ്പിൻ്റെ ആയുസ്സെണ്ണം കുറയും. ഓർക്കുമ്പോൾ മാനതാരിൽ ഭയം വന്നു നിറയും. മൗഷറ സാഫയിൽ ഞാൻ ഒരിക്കൽ ചെന്നണയും മഞ്ഞാനേ. അൽഹംദുലില്ലാഹി ആരാധ്യനായവനേ
ഹാജത്ത് തീർപ്പവനേ വല്ല കുടയവനേ റംസുൽ ഹുദാ മുസ്തഫ ഷറബുൽ ബഷീറെ ഹുദാ റൗള ശരീഫ് കാണാം രാജാ തുണയ്ക്കണമേ ഹംദുടയവനേ ആരാധ്യനായവനേ ഹാജത്ത് തീർപ്പവനേ വല്ല കുടയവനേ ജന്നത്തിൻ സ്പർശനമാ വിണ്ണോളം ശോഭിതമാ അതിലുള്ള സുവദിനെ ചുംബിക്കാൻ തുണയേകണേ അൽഹംദുടയവനേ ആരാധ്യനായവനേ ഹാജത്ത് തീർപ്പവനേ അല്ലാഹുടയവനേ ചെഞ്ചൂര ചുണ്ടിനയുണ്ട് നല്ല മൊഞ്ചുള്ള താമര ചെണ്ട് ചെഞ്ചൂര ചുണ്ടിനയുണ്ട് നല്ല മൊഞ്ചുള്ള താമര ചെണ്ട് തെറ്റിപ്പോയി അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി കൂടെ മുക്കാൻ ചെഞ്ചൂര ചുണ്ടിനയുണ്ട് നല്ല മൊഞ്ചുള്ള താമര ചെണ്ട് മധുരത്ത പെണ്ണിൻ്റെ കൽവിൽ റബ്ബ് കുതിരത്തോളിപ്പിച്ചില്ലേ മധുരത്ത പെണ്ണിൻ്റെ കൽവിൽ റബ്ബ് കുതിരത്തോളിപ്പിച്ച ശീലേ കസവണിഞ്ഞ തേങ്കിനാക്കൾ പൂക്കളായി വിരിഞ്ഞ് താരകന്ന മാനസത്തിൽ അമ്പിളി തെളിഞ്ഞ് കസവണിഞ്ഞ പൂങ്കിനാക്കൾ പടവാളോട് പഞ്ചാര മൊഴിയോട് പദപുണ്യം ചേരിയുള്ള പൂങ്കനിത്തേനെ പെണ്ണ് സൈനഭാവീതി. എൻ്റെ ജോലി ഒതുങ്ങി. മീൻ വറുത്ത് ഞാൻ ശകലം മൂപ്പിക്കും, എനിക്ക് മൂക്കുന്ന ഇഷ്ടം. പിന്നെ ഇത് വാള മീൻകറി, ആറ്റുവാളയല്ല ഇത് കടൽ വാളയാണ്. മാങ്ങായും മുരിക്കും തക്കാളിയും പച്ചവളമൊക്കെ ഇട്ട് വെച്ചത്. പിന്നെ ഇത് ഇന്നലത്തെ ചെങ്കലവ കറിയാണേ. ഇത് മാങ്ങ അച്ചാറ്. പിന്നെ ഞാൻ ചായ ഇട്ട് വെച്ചേക്കുന്നു. പിന്നെ രാവിലത്തെ ഭക്ഷണം അവിലും തേങ്ങായും നനച്ച് വെച്ചു. ഇന്ന് ഇതൊക്കെ തന്നെ കഴിക്കാം, അല്ലാതെ ഒത്തിരി ഭക്ഷണമൊന്നും കാണില്ല. ഇതൊക്കെ തന്നെ. പിന്നെ എല്ലാവരും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻ്റ് ഇടുക, ഷെയർ ചെയ്യുക. എല്ലാവരും ഒന്ന്. എൻ്റെ അടുക്കളയാണിത്. ഞാൻ ഒരു പാട്ടോടെ നിർത്തുക. താരങ്ങളും മേഘങ്ങളും തസ്ബീഹോതും രാവിൽ പാവങ്ങളും ജന്മങ്ങളും തഖ്വയിലൊഴുകും നേരം അഹദോന്റെ നാമം വാഴ്ത്തി ഹറമിലെ കിളികൾ പാടി ഇരുലോകരക്ഷകനെ ഈമാൻ്റെ വഴിയരുളേനെ ഈ മണ്ണിലെ ഉൾപാതയിൽ തണലും പൊരുളും നീയേ അകലെ അകലെ പള്ളി മിനാരം അഹദിൻ മദത് വാഴ്ത്തും നേരം. അസ്സലാമു അലൈക്കും.